ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ പതിവ് പോലെ തന്നെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ജനലൊക്കെ തുറന്നിട്ട് കഴിയുമ്പോഴേ എനിക്കൊരു സമാധാനമുള്ളത്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അപ്പോൾ തലേ ദിവസം മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇന്നുള്ളത് മാത്രം ഉപ്പൊഴിച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും. സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ അരിഞ്ഞു അടുപ്പത്ത് വെച്ചു. അതെല്ലാം റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് മുട്ട എന്നും പുഴുങ്ങുവേ. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മുട്ട പുഴുങ്ങാനും കൂടെ വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് ഞാൻ വെച്ച് കുറച്ച് കറിവേപ്പില ഒഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കത്തില്ല കറിവേപ്പില, വീട്ടിൽ തന്നെ ഉള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഇല ഒന്നും നല്ല ഇലയല്ല, എല്ലാം അഴുക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്ത്, പക്ഷേ ഇവിടെ കാടായതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഇപ്പം അധികം വരത്തില്ല, കാട് പിടിച്ച് കിടക്കും. അപ്പോൾ അവിടെ വന്ന് കുറച്ച് കറിവേപ്പില ഒഴിച്ച് ഇപ്പോഴത്തെ ആവശ്യത്തിനേക്കുള്ള കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന് ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ചു. വലിയ ഇഡ്ഡലി ചെമ്പ് അതിനകത്താണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ കൂടെ ഇവിടെ ചമ്മന്തിയും വേണം കേട്ടോ ഇഡ്ഡലിക്ക്. അതുകൊണ്ട് ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ച്, വെള്ള ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ കടുക് വറക്കാൻ വേണ്ടി വെച്ചു. കടുക് വറക്കുമ്പം ചമ്മന്തിക്കും സാമ്പാറിനും കൂടെ ഒരുമിച്ചാണ് കടുക് വറക്കുന്നത്. അപ്പോൾ ഈ കടുക്, ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് കഴിയുമ്പം ചമ്മന്തിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ചമ്മന്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളതിനകത്തോട്ട് സാമ്പാറിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് സാമ്പാറിനും കടുക് വറക്കാൻ വേണ്ടി. അപ്പോഴത്തേനും ഇഡ്ഡലി റെഡിയായി. ഇഡ്ഡലി എടുത്തു കാസറോളിനകത്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ പാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം തന്നെ കഴുകി വെച്ചു. അല്ലെങ്കിൽ പിന്നെ കുറേ കാപ്പിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നല്ലോണം പാത്രമാകുമ്പോൾ കുറേ നേരം നിന്ന് കഴിയണ്ട. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ആ പാത്രം എല്ലാം അങ്ങ് കഴുകി വെച്ച് രാവിലെ കാപ്പി അനത്തിയതും എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്, പിന്നെ കാണാം കേട്ടോ.